हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जयतां सुरतो पङ्कममबन्धपतिर्निधिः मत्सर्वश्वपदां भुजो रामनमोहनं। जय श्री राधा नमो नमः। जय श्री राधा नमो नमः। हरि ओम तत्सत्। हरे कृष्णा। श्रील प्रभुपाद की ब्रह्मकोपोत्थिताल्यस्तु दक्षकाद प्राणविप्लवाद न सम्मोहो उर्भयान् भगवत् अर्पितोऽस्य। Translation by Divine Grace. Furthermore, Maharaj Parikshit was always consciously surrendered to the personality of God and Krishna. And therefore he was neither afraid nor overwhelmed by fear due to the snake bite, which was to bite him because of the fury of a Brahmana boy. Hare Krishna. Hare Krishna. Hare Krishna. ശൗനകാദി ഋഷികളുടെ സംവാദത്തിൽ വരുന്ന ഒരു ശ്ലോകമാണ്. പരീക്ഷത്തിനെ കുറിച്ച് സൂതൻ പറയുന്ന ശ്ലോകമാണത്. ബ്രാഹ്മണപുത്രന്റെ കോപം, ദേഷ്യം കൊണ്ട് ദക്ഷകാൽ പ്രാണവിപ്ലവാത്, ദക്ഷൻ കൊണ്ട് കടിച്ചു മരിക്കണം എന്ന് ശാപം. ആ ശാപം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആരെ? പരീക്ഷത്തിന്. എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? സാധിച്ചു. എന്ത് സാധിച്ചു? മരണം സംഭവിച്ചു. പക്ഷേ അതിനെ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചത് പരീക്ഷത്തിന്റെ മനോഭാവമാണ്. ഒരു വ്യക്തിയുടെ മനോഭാവമാണ് അയാളുടെ ജീവിതത്തില് ജയപരാജയം കൊണ്ടെത്തിക്കുന്നത്. സാഹചര്യങ്ങൾ അതിനെ അതിജീവിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കൂ? ഭക്തന് മാത്രമേ സാധിക്കൂ. സാധാരണ ജനങ്ങൾക്ക് ഒരു ശാപം കിട്ടിയാൽ അവര് ഇരുന്ന് കരയും, പിന്നെ അതോടെ താഴോട്ട് പോകും. ഭക്തിയിലുണ്ടാവത്തില്ല, ഭൗതികത്തിലുണ്ടാവത്തില്ല. പക്ഷെ പരീക്ഷത്തിനെ പോലെ ഭക്തന്മാര് അതിനെ അതിജീവിച്ച് അതിനെ വലിയ നേട്ടത്തിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് ഭക്തന്മാർ. അപ്പോ ഈ ബ്രാഹ്മണപുത്രന്റെ ശാപമായിരുന്നോ അല്ലെങ്കിൽ മോക്ഷത്തിനായിരുന്നോ? സാധാരണ ജനങ്ങൾക്കൊന്നും ഈ മോക്ഷം വേണ്ട എന്നുള്ളത് കൊണ്ട് അവരാ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുക. അവർക്ക് വേണ്ടത് ഭൗതിക നേട്ടം മാത്രമാണ്. അവർക്ക് ആത്മീയമായിട്ട് നേട്ടങ്ങളൊന്നും അവരുടെ നിഘണ്ടുവിലില്ലാത്തതാണ്. അവർക്ക് അങ്ങനെയില്ല. നേട്ടങ്ങൾ ആത്മീയമില്ല, ഭൗതികം മാത്രം. അപ്പൊ ഭൗതികത്തിനെ ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിലാണ് ആത്മീയം ഉണ്ടാവുന്നത് എന്ന് സാധുക്കൾ പറയാറുണ്ട്. എന്ത് പറയാറുണ്ട്? ആത്മീയം അല്ല, ഭൗതികം ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിലാണ് ആത്മീയം ഉണ്ടാവുക. അപ്പൊ പരീക്ഷത്ത് സാഹചര്യവശാൽ ചെയ്ത തെറ്റിന് പോലും ശാപം കിട്ടിയെന്നും മരണം 7 ദിവസം സംഭവിക്കുന്നുള്ള ശാപം. ഇപ്പൊ പ്രഭുപാദ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഭാവാർത്ഥത്തില് A self-surrendered devotee to the Lord is called Narayana Parayana. നാരായണ പാരായണം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഭഗവാനെ വിചാരിച്ചിരിക്കുന്ന ഭക്തനാണ് നാരായണ പാരായണം. ഭഗവാൻ അപ്പൊ ഭക്തൻ ആരാണ്? നാരായണ പാരായണ. ഭഗവാൻ ആരാണ്? ഭക്തപാരായണ. അപ്പോ
അങ്ങനത്തെ ഡിവോട്ടി ഇസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഡെത്ത്. അങ്ങനത്തെ ഒരു ഭക്തന് മരണഭയം ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഫലേന പരിചയന. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ നല്ലതോ തെറ്റോ ശരിയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഫലം കണ്ടിട്ടാണ്. എന്താണ് റിസൾട്ട്, അതിന്റെ ഫലം എന്തായി, അവസാനം എന്ത് കിട്ടി എന്നുള്ളതാണ് ചെയ്ത പ്രവൃത്തിയുടെ ശരിയും തെറ്റും മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഇവിടെ ഫലം എന്തായി? ഫലം എന്ത് കിട്ടി? പരീക്ഷത്തിന് എന്താ ഫലം കിട്ടിയത്? അല്ല, പരീക്ഷത്തിനെ കുറിച്ചുള്ള ഭഗവാനെ കിട്ടി, നമ്മളെ കുറിച്ചുള്ള ഭാഗവതം കിട്ടി. ബ്രാഹ്മണത്വത്തിന് ഒന്നും കിട്ടിയില്ല. ശ്രമിച്ച ബ്രാഹ്മണത്വത്തിന് ഒന്നും കിട്ടിയില്ല. കാരണം എന്താണ്? അയാൾ വിചാരിച്ച ഈ ശാപം കൊണ്ട് അയാൾ നശിച്ചു പോകുന്നതാണ്. പക്ഷേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇതാണ്, ക്രിയാത്മക ചിന്താഗതി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഗുണപരമായി എത്തിക്കാൻ നമ്മുടെ ബോധമാണ് പ്രധാനം. നമ്മളതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട് പ്രഭുപാര്, ഭഗവാനേക്കാളും ഒരു ഭക്തന് ഒന്നും വലുതല്ല എന്നുള്ളതുകൊണ്ട് മരണഭയം പോലും അയാൾക്കില്ല. കാരണം എന്താണ്? ഒരിക്കലും ഈ സ്വർഗമോ നരകമോ അയാൾക്ക് പ്രധാനപ്പെട്ടതല്ല. ഭൗതിക മനസ്സ് ഉള്ളവൻ ഭൗതികവാദിയെന്നും ആത്മീയ മനസ്സുള്ളവൻ ആത്മീയവാദി എന്നാണ് പറയുന്നത്. ഇവിടെ ശരീരം കൊണ്ട് ഒരുപോലെ തോന്നുമെങ്കിലും പക്ഷെ മനസ്സില് ആത്മീയമല്ല, ഭൗതികമാണെങ്കിൽ അയാൾ ഭൗതികവാദിയാണ്. മെറ്റീരിയൽ മൈൻഡ് ഈസ് എ മെറ്റീരിയൽ പേഴ്സൺ. ഭൗതിക മനസ്സുള്ളവൻ ഭൗതികവാദി. കുറിയിട്ടിട്ട് മാത്രം കാര്യമില്ല. മനസ്സാണ് കാരണം. നമ്മുടെ കോലമല്ല. നമ്മുടെ കോലം കെട്ടിയിട്ട് നമ്മള് വേഷം കെട്ടുന്ന ഒരു ഭക്തിയല്ല. മനസ്സിൽ മാറ്റം വരാതെ ഭക്തി ഉണ്ടാവില്ല. അപ്പോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ പരം മറ്റൊന്നില്ല എനിക്ക് എന്ന് ഒരു വ്യക്തി എപ്പോ തീരുമാനിക്കുന്നോ പിന്നെ ആൾക്ക് ചിന്തകളെല്ലാം പിന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പെട്ടെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. അതുവരെ നടക്കില്ല. ശ്രമിക്കും, നടക്കില്ല. അപ്പൊ ഭഗവാനെ പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്താണ് ഒരു ആത്മസമർപ്പണം ചെയ്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭഗവാൻ അല്ലാതെ മറ്റൊന്നും ഇല്ല. അയാൾ മനസ്സിലാക്കുന്നത് എന്താണ്? സ്വർഗവും നരകവും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. അതുകൊണ്ട് ഈ മാറി മറിയുന്ന ഈ ഭൗതിക ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഓർമ്മയ്ക്ക് മാറ്റം വരാൻ പാടില്ല. എന്താണ്? സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഓർമ്മയ്ക്ക് മാറ്റം വരാൻ പാടില്ല. അതാണ് ഭക്തന്റെ മനസ്സ്. സ്ഥിതപ്രജ്ഞ ജഹാഭാഷ സമാധിസ്ഥേശവ. ആരാണ് ഒരു സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ തന്റെ മനസ്സിലൊരു മാറ്റം വരാതിരിക്കുന്നവനാണ് ആര്? സ്ഥിതപ്രജ്ഞൻ. കൃഷ്ണഭക്തനൊരു സ്ഥിതപ്രജ്ഞനാണ്, ഉറച്ച മനസ്സാണ്. ഇനി ആരെ കൊണ്ടും അതിനെ വ്യതിചലിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുമെങ്കിലും ശരിക്കുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആർക്കും ഇവിടെ ഉണ്ടായത്? പരീക്ഷത്തിനാണ്, അല്ലെ? ഇത്രയും ഒരു സന്ദർഭത്തിൽ നമ്മൾ ആരും പോസിറ്റീവ് ആയിട്ടിരിക്കില്ല. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ പോലും ഇരിക്കില്ല. കാരണം എന്താണ്? അത് ഈ ഒരിക്കൽ ശങ്കരാചാര്യര് ഒരു വലിയ പണ്ഡിതനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേദം പഠിപ്പിച്ചു തരാം. അപ്പോ ആ പണ്ഡിതന് ചിരി തോന്നി, അല്ലെ? ചിരി വരില്ലേ? ആൾ പണ്ഡിതനാണ്, നാട് മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശങ്കരാചാര്യ അയാൾ വിളിച്ചിട്ട് പറയും, ഞാൻ വേദം പഠിപ്പിച്ചു തരാം. ആള് ചിരിച്ചിട്ട് അയാൾ പറയാണ്, എന്ത് പഠിപ്പിക്കാനാണ്? ശരി. അപ്പൊ അയാൾ പറയാണ്, നീ എന്താ ചിരിച്ചത്? അയാൾ ഞാൻ നാട് മുഴുവൻ വേദം പഠിപ്പിക്കുകയാണ്, എനിക്ക് നിങ്ങൾ എന്ത് വേദം പഠിപ്പിക്കാനാ പോണത്? അപ്പോ ശങ്കരാചാര്യ എന്ത് പറഞ്ഞാൽ, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടു. അവിടെ ഒരു നല്ല തത്തക്കിളിയെ വളർത്തുണ്ടായിരുന്നു. ആര്? പണ്ഡിതൻ, അല്ലെ? വേദ പണ്ഡിതൻ അവിടെ തത്തക്കിളിയെ വളർത്തും. അപ്പൊ തത്തക്കിളിയിലെടുത്ത് അപ്പൊ അയാൾ പറയുന്നത്,
ശങ്കരാചാര്യ വിളിച്ചിട്ട് പോയി തത്തക്കിളിനെ പരിചയപ്പെടുത്തി. നോക്കൂ, എന്റെ വീട്ടിൽ തത്തക്കിളി പോലും വേദം പറയും. പറയടാ പറഞ്ഞപ്പോഴേക്കും അത് പറയാൻ തുടങ്ങി. സർവം ഭ്രമം അല്ലെങ്കിൽ എന്തൊക്കെയോ വേദങ്ങൾ ഈ തത്തക്കിളി പറയാൻ തുടങ്ങി. അപ്പോ ഈ ശങ്കരാചാര്യ എന്ന് വെച്ചാല് നിന്റെ വീട്ടിൽ പൂച്ച ഉണ്ടോ ചോദിച്ചു. ഓ ഉണ്ടല്ലോ. ആ പൂച്ചേനെ കൊണ്ടുവന്നിട്ട് തത്തക്കിളിയുടെ മുമ്പില് കാണിച്ചപ്പോ തത്തക്കിളി എന്ത് പറഞ്ഞു? അയ്യോ 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 എന്ത് പറഞ്ഞു? അയ്യോ 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 എന്ന് തത്തക്കിളി പറഞ്ഞു. അപ്പോഴാണ് ശങ്കരാചാര്യ പറഞ്ഞത്, നീ വേദം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ജീവിതത്തിൽ നീ പകർത്തിയിട്ടില്ല. നിന്റെ തത്തക്കിളിയെ പോലെ തന്നെ, നീ വളർത്തുന്ന തത്തക്കിളി പോലെ തന്നെ നീയും വേദം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ജീവിതത്തിൽ നീ പകർത്തിയിട്ടില്ല. നിനക്കിപ്പോ ഇനി വേദം പഠിക്കണോ വേണ്ടേ ചോദിച്ചു. പഠിക്കണം പറഞ്ഞു. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്നവരാണ്. അതാണ് ഭക്തന്മാർ. അപ്പൊ ശങ്കരാചാര്യൻ നീ ചെയ്യുന്നില്ല, നീ വേദം പഠിക്കുന്നു, വേദം മറ്റവർ പഠിപ്പിക്കുന്നു. നിന്നെ പോലെ തന്നെ മറ്റവർ പഠിച്ചിട്ട് ചെയ്യില്ല. അപ്പോ പ്രഭുപാദ് ഇത്രയും പഠിപ്പിച്ചിട്ട് ജനങ്ങളെല്ലാം നന്നാവാൻ കാരണം എന്താണ്? പ്രഭുപാദ് ചെയ്തത് കൊണ്ടാണ്, അല്ലേ? അത് ഡെയിലി ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അത് കേട്ടപ്പോ ആൾക്കാർക്ക് മനസ്സിലായി ചെയ്യാൻ തോന്നി. അപ്പോ ആചാര പ്രചാര. പ്രഭുപാദ് എന്താ പറഞ്ഞത്? ഇങ്ങനെ അപ്പൊ നാരായണ പാരായണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനെ വിചാരിക്കുന്ന ആൾക്കാരാണ്. പരീക്ഷത്തിന് വാസ്തവത്തിൽ പരീക്ഷത്ത് വാസ് എ ഡിവോട്ടി, പരിശുദ്ധ ഭക്തനാണ്. ഹി വാസ് റോങ്ലി കേഴ്സ്ഡ്. തെറ്റായ ഒരു ബ്രാഹ്മണൻ ശപിച്ചു പോയതാണ്, അല്ലാതെ അർഹതപ്പെട്ട ശാപമല്ല ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇൻഎക്സ്പീരിയൻസ്, ഒരു അനുഭവമില്ലാത്ത, ഒരു പക്വതയില്ലാത്ത ഒരു ബ്രാഹ്മണപുത്രൻ ശപിച്ചതാണ്. ആരെ കലി ബാധിച്ചിട്ടുണ്ട്? ആ ബ്രാഹ്മണപുത്രനെ കലി ബാധിച്ചിട്ടുണ്ട്. ആ ബ്രാഹ്മണപുത്രനെ കലി ബാധിച്ചുകൊണ്ടാണ് ആ ബ്രാഹ്മണപുത്രൻ ശപിച്ചത്. അല്ലെങ്കിൽ ആ ബ്രാഹ്മണപുത്രൻ ഭക്തനാണെങ്കിൽ ശപിച്ചോ? ഇല്ല. അപ്പൊ അങ്ങനെ അവരങ്ങനെ ചെയ്തു. അതിനെ പരിശുദ്ധ എന്ത് ചെയ്തു? അത് ഭഗവാനാണ് എനിക്ക് തന്നിട്ടുള്ളത്, ഈ ശാപം ഭഗവാൻ തന്നതാണ് എന്ന് വിചാരിച്ച് ഭഗവാൻ അറിയാതെ ഒന്നും തന്നെ സംഭവിക്കില്ല. ഞാൻ അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് എന്നെ സംരക്ഷിച്ച ഭഗവാന് ഇപ്പോഴും സംരക്ഷിക്കാൻ ഒരു പ്രശ്നമില്ല. ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അന്ന് സംരക്ഷിച്ച ആൾക്ക് ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് സംരക്ഷിച്ച ഒരു ഭഗവാനെ ഒരു ശാപത്തിന് സംരക്ഷിക്കാനോ വലിയ ബുദ്ധിമുട്ട് ഇല്ല. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പൊ സംരക്ഷിച്ചില്ല? കാരണം എന്താ? എന്റെ ഭക്തൻ അവന് സ്വന്തമായിട്ട് ആ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കാൻ ഒരു ചാൻസ് കൊടുത്താണ്. മനസ്സിലായോ? സ്വന്തമായിട്ട് ഭഗവാൻ അത് ഈ സംരക്ഷണം ഇപ്പൊ തരാത്തത് എന്തുകൊണ്ടാണ്? ഗർഭത്തിലിരിക്കുമ്പോ ആ കുട്ടിക്ക് തന്നെ സ്വയം സംരക്ഷിക്കാൻ സാധിക്കില്ല, അല്ലേ? സാധിക്കില്ല. അതുകൊണ്ടാണ് സംരക്ഷിച്ചത്. ഗർഭത്തിലിരിക്കുമ്പോൾ സ്വയം സംരക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ സ്വയം സംരക്ഷിക്കാൻ സാധിക്കും. എങ്ങനെ? ബുദ്ധിയുള്ളവൻ, മനസ്സിലായി? ബുദ്ധിയുള്ളവൻ അവൻ സ്വയം സംരക്ഷിക്കണം. എപ്പോഴും ഭഗവാൻ സംരക്ഷിച്ചുകൊണ്ട് അർത്ഥം എന്താണ്? സെൽഫ് ഡിഫൻസ് വേണം, സ്വയം രക്ഷ വേണം. അപ്പൊ പരീക്ഷത്ത് സ്വയം രക്ഷയ്ക്ക് ഇപ്പോ തയ്യാറാവുന്നുണ്ടോ? ഇതിനെങ്ങനെ ആള് അഭിമുഖീകരിക്കും, ഈ പ്രശ്നത്തിന് എങ്ങനെ ആള് അഭിമുഖീകരിക്കും എന്നുള്ളതാണ് ഭഗവാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, he was saved when he was a womb, but